ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാത്തോളജി ആൻഡ് ലബോറട്ടറി കോഡ്സ് ആണ്. 80,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പാത്തോളജി ആൻഡ് ലബോറട്ടറി കോഡ്. സോ ഹിയർ വി ക്യാൻ സി 80,047 മുതൽ 89,398 വരെയുള്ള കോഡ്സ് ആണ് പാത്തോളജി ആൻഡ് ലബോറട്ടറി ചാപ്റ്ററിൽ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് വരുന്നത് ഓർഗൻ ഓർ ഡിസീസ് ഓറിയന്റൽ പാനൽ ആണ്. These panel were developed for coding purpose only and should not be interpreted as clinical parameter. ഇപ്പൊ യൂഷ്വലി കോഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കോഡ്സ് ആണ് ഈ പാനലിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദിസ് ഈസ് നോട്ട് ഇന്റർപ്രറ്റഡ് ആ ക്ലിനിക്കൽ പാരാമീറ്റർ. അപ്പൊ ക്ലിനിക്കൽ പാരാമീറ്റർ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല. ബട്ട് ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഓർ ഡെവലപ്ഡ് ഫോർ കോഡിംഗ് പർപ്പസ്. അപ്പൊ ഇതാണ് കുറച്ച് പാനൽസ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ പറ്റുന്നത്. So these are the group of lab tests that a physician might order that are all covered by one code. അതായത് ഫോർ എക്സാമ്പിൾ ലിപ്പിഡ് പാനൽ എടുക്കുകയാണെങ്കിൽ ലിപ്പിഡ് പാനലിൽ വരുന്ന 3 കോഡുകളാണ് ട്രൈഗ്ലിസറൈഡ്. ഓക്കെ, സോ ലിപ്പിഡ് പാനലിൽ വരുന്ന 3 കോഡുകളാണ് ടോട്ടൽ സീറം കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്. അപ്പൊ ഇത് 3ഉം കൂടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ നോട്ട് റിപ്പോർട്ടിംഗ് ദം സെപ്പറേറ്റ്ലി. അതായത് ടോട്ടൽ കൊളസ്ട്രോളിന് സീറം ടോട്ടൽ കൊളസ്ട്രോളിനുള്ള കോഡാണ് 82465, HDL കൊളസ്ട്രോളിനുള്ളതാണ് 83718 ആൻഡ് ട്രൈഗ്ലിസറൈഡ് 84478. ഇതെല്ലാം എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഈ സീറം കൊളസ്ട്രോൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ HDL കൊളസ്ട്രോൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ കോഡ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇഫ് ഓൾ ദ 3 ടെസ്റ്റ് ആർ ഡൺ, ഈ 3 ടെസ്റ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലിപ്പിഡ് പാനൽ കോഡ് യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് 80061. നോ നീഡ് ടു കോഡ് ഓൾ ദീസ് 3 അഗെയിൻ. അപ്പൊ ഇതാണ് ഇതിൽ ഈ ടെക്സ്റ്റിലുള്ള ഈ ചാപ്റ്ററിലുള്ള കുറച്ച് panel codes. That is a basic metabolic panel, calcium ionized, basic metabolic panel, calcium total, general health panel, electrolyte panel, comprehensive metabolic panel, OB panel including HIV testing, lipid panel, renal function panel, acute hepatitis panel and hepatic functional panel. അപ്പോൾ ഫസ്റ്റ് ഉള്ള പാനൽ ആണ് ബേസിക് മെറ്റബോളിക് പാനൽ. ഇപ്പൊ 2 ബേസിക് മെറ്റബോളിക് പാനൽ ഉണ്ട്. ഒന്നിൽ മെയിൻ ആയിട്ട് വരുന്നത് കാൽഷ്യം അയണൈസ്ഡ് ആണ്. 80,047 കാൽഷ്യം അയണൈസ്ഡും 80,048 കാൽഷ്യം ടോട്ടലുമാണ്. ഓക്കെ, സോ അപ്പോ ബാക്കി എല്ലാ ടെസ്റ്റുകളും ബോത്ത് സെയിം ആണ്. നമുക്ക് നോക്കിയാൽ കാണാം കാൽഷ്യം അയണൈസ്ഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറൈഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, പൊട്ടാഷ്യം, സോഡിയം, യൂറിയ, നൈട്രജൻ. ദാറ്റ് ഇസ് 1. സെയിം അവിടെ കാണാം. വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഇതിൽ കാൽഷ്യം അയണൈസ്ഡ് ആണെങ്കിൽ 80,048 കാൽഷ്യം ടോട്ടൽ ആണ്. ആൻഡ് ദ ഇൻഡിവിജ്വൽ ഇത് മാത്രമാണെങ്കിലുള്ള കോഡും ഓൾസോ ഇസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. നെക്സ്റ്റ് ജനറൽ ഹെൽത്ത് പാനൽ 80,050. ഈ ജനറൽ ഹെൽത്ത് പാനലില് ഒന്ന് കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ ആണ്. ദെൻ ബ്ലഡ് കൗണ്ട് കംപ്ലീറ്റ്, CBC automated and automated differential WBC count or blood count complete, automated and appropriate manual differential WBC count. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടെ കോഡ് ചെയ്യണം, പ്ലസ് TSH. Okay, so general health panel include 3 parts: comprehensive metabolic panel, blood count, TSH. ഇനി electrolyte panel 80,051. it include carbon dioxide, chloride, potassium, sodium. ഇനി കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ബേസിക് മെറ്റബോളിക് പാനൽ ഇസ് ഇൻക്ലൂഡിംഗ് നമ്മൾ ആദ്യം കണ്ട കാൽഷ്യം ടോട്ടൽ ആണ്. Now OB panel, 2 OB പാനൽ ഉണ്ട്. 80,055 ഒരെണ്ണം, ആൻഡ് സെക്കൻഡ് വൺ 80,081 is also same, but the difference is it include HIV testing. Now നമുക്ക് കുറച്ച് നേരത്തെ കണ്ട ലിപ്പിഡ് പാനൽ. then 80,069 is renal function panel. Now 80,074 acute hepatitis panel and 80,076 is hepatic function panel. ഇനി ഒരു എക്സാമ്പിൾ കാണാം. which of the following panel does not include chloride? അപ്പൊ നമുക്ക് 4 കോഡ് തന്നിട്ടുണ്ട്. ഇതില് ക്ലോറൈഡ് ഇൻക്ലൂഡ് ചെയ്യാത്ത പാനൽ ഏതാണെന്ന് അറിയണം.
ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ 80,061. സോ ലിപ്പിഡ് പാനൽ. ലിപ്പിഡ് പാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടൽ സീറം കൊളസ്ട്രോൾ, HDL, ട്രൈഗ്ലിസറൈഡ്. അപ്പൊ ഇതിൽ ക്ലോറൈഡ് കാണുന്നില്ല. നെക്സ്റ്റ് 80,000, സെക്കൻഡ് ഓപ്ഷൻ ബി 80,050. 80,050 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ജനറൽ ഹെൽത്ത് പാനൽ. അതിൽ ഫസ്റ്റ് എന്താണ്? കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ ആണ്. അപ്പൊ കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? ക്ലോറൈഡ് കാണാം. അപ്പൊ ബി നമ്മുടെ ആൻസർ അല്ല. ആൻഡ് വാട്ട് അബൌട്ട് സി? സി 80,053 ആണ്. സോ 80,053 നമുക്ക് കണ്ടു ക്ലോറൈഡ് ഈസ് ഓൾറെഡി ഇൻക്ലൂഡഡ്. സോ വി ആർ റിമൂവിംഗ് ബി ആസ് വെൽ ആസ് സി. ഇനി ഡി നോക്കാം. 80,047. 80,047 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ ബേസിക് മെറ്റബോളിക് പാനൽ, കാൽഷ്യം അയണൈസ്ഡ്. അതിൽ നമുക്ക് ക്ലോറൈഡ് കാണാം. അപ്പൊ ക്ലോറൈഡ് കാണാത്ത ഒരേ ഒരു പാനൽ എന്ന് പറയുന്നത് എ ആണ്, 80,061, അതായത് ലിപ്പിഡ് പാനൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The physician performed following test on her automated equipment: HDL, total serum cholesterol, triglyceride, and a quantitative glucose. അപ്പൊ നമുക്കിവിടെ 83718 എന്ന് കാണാം. എന്താണ് 83718? അപ്പൊ ലിപ്പിഡ് പാനൽ എടുക്കുകയാണെങ്കിൽ അതിൽ HDL മാത്രമാണെങ്കിലാണ് 83718. 82465 എന്ന് പറഞ്ഞാൽ ടോട്ടൽ സീറം കൊളസ്ട്രോൾ മാത്രം. 84478 is triglyceride മാത്രം. ഓക്കെ, സോ 83718ഉം 82465ഉം 84478ഉം കൂടെയുള്ള ഒരു പാനലാണ് ലിപ്പിഡ് പാനൽ. അപ്പൊ ഈച്ച് കോഡ് നമ്മൾ കോഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പാനൽ കോഡ് യൂസ് ചെയ്യുന്നതാണ്. സോ വി ക്യാൻ റിപ്പോർട്ട് 80061. ഈ 3 കോഡിനും പകരം 80061 യൂസ് ചെയ്താൽ മതി. So we have 2 options with 80061, that is C and D. അപ്പൊ അതിന്റെ കൂടെ ഒരു കോഡ് കൂടെ കാണാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിലെ ക്വാണ്ടിറ്റേറ്റീവ് ഗ്ലൂക്കോസ് കൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഗ്ലൂക്കോസ്? അപ്പൊ നമുക്ക് നോക്കാം. 82947 എന്താണ്? ഗ്ലൂക്കോസ് ക്വാണ്ടിറ്റേറ്റീവ്. 82950 is പോസ്റ്റ് ഗ്ലൂക്കോസ് ഡോസ്. അപ്പൊ അത് ക്വാണ്ടിറ്റേറ്റീവ് ഗ്ലൂക്കോസ് ആണോ പോസ്റ്റ് ഗ്ലൂക്കോസ് ഡോസ് ആണോ എന്ന് അറിയണം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഗ്ലൂക്കോസ്. അപ്പൊ പോസ്റ്റ് ഗ്ലൂക്കോസ് ഡോസ് എന്നൊരു ടേമേ മെൻഷൻ ചെയ്തിട്ടില്ല. സോ അവർ ആൻസർ ഈസ് 82947 ആൻഡ് വിത്ത് ലിപ്പിഡ് പാനൽ 80061. സോ അവർ ആൻസർ ഈസ് സി. ഓക്കെ, now a patient present with right upper quadrant pain, nausea, and other symptoms of liver disease, as well as complaints of decreased urination. Her physician ordered albumin, bilirubin, both total and direct, alkaline phosphatase, total protein, alanine aminotransferase, aspartate aminotransferase, and creatinine. അപ്പോൾ ഇവിടെ എന്തെല്ലാം ടെസ്റ്റ് ചെയ്തു? ആൽബുമിൻ, ബിലിറൂബിൻ, ടോട്ടൽ ആൻഡ് ഡയറക്റ്റ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ്, ടോട്ടൽ പ്രോട്ടീൻ, അലനൈൻ അമിനോ ട്രാൻസ്ഫറേസ്, ആസ്പാർട്ടേറ്റ് അമിനോ ട്രാൻസ്ഫറേസ് ആൻഡ് ക്രിയാറ്റിൻ. അപ്പൊ ഇത്രയുമുള്ള ഒരു പാനൽ ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ടെക്സ്റ്റിലെ 80076 ഹെപ്പാറ്റിക് ഫംഗ്ഷൻ പാനൽ. ആൽബുമിൻ ഉണ്ട്, യെസ്. Bilirubin, total and direct, yes. Bilirubin, both total and direct. Alkaline phosphatase, total protein, alanine aminotransferase, aspartate aminotransferase, creatinine. പക്ഷെ ക്രിയാറ്റിനിൻ ഈ പാനലിലില്ല. അപ്പൊ ഈ പാനലിലുള്ള എല്ലാം കൂടെ എവിടെ വരെ? ക്രിയാറ്റിൻ ഒഴികെ ബാക്കി എല്ലാം തന്നെ പാനലിലുണ്ട്. സോ നമുക്ക് എന്ത് റിപ്പോർട്ട് ചെയ്യാം? 80,076. Then for creatinine we are reporting separately 82565. So our answer is 80,076 as well as for creatinine 82,565. Now, a physician orders a general health panel. All tests except a creatinine including CBC with automated differential. അപ്പോൾ ഈ ഫിസിഷ്യൻ ജനറൽ ഹെൽത്ത് പാനലില് ക്രിയാറ്റിനൊഴികെ എല്ലാ ടെസ്റ്റും ചെയ്യാൻ പറഞ്ഞു, ഇൻക്ലൂഡിങ് CBC വിത്ത് ഓട്ടോമാറ്റഡ് ഡിഫറൻഷ്യൽ. അപ്പൊ എന്താണ് ഈ ജനറൽ ഹെൽത്ത് പാനൽ എന്ന് പഠിച്ചു. ജനറൽ ഹെൽത്ത് പാനലിൽ മെയിൻ ആയിട്ട് കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ ഉണ്ട്, പിന്നെ ബ്ലഡ് കൗണ്ട് കംപ്ലീറ്റ് പ്ലസ് TSH. അപ്പോൾ ആദ്യം കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനലാണ് ഇത്. കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനലിൽ ഒരുപാട് ടെസ്റ്റ് ഉണ്ട്, പക്ഷെ അതിൽ എന്ത് ക്രിയാറ്റിനിൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ക്രിയാറ്റിനിൻ ഒഴിവാക്കിയാൽ we can't call this a panel. ക്രിയാറ്റിനിൻ എല്ലാ
ഓരോ ടെസ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്താലേ, അല്ലെങ്കിൽ ദിസ് പാനൽ മസ്റ്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്, എല്ലാ ടെസ്റ്റും കൂടെ ഒരുമിച്ചുള്ളതിനെയാണ് നമ്മൾ കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ അല്ലെങ്കിൽ പാനൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പാനലില് ക്രിയാറ്റിനിൻ ഈസ് നോട്ട് ദർ എന്ന് പറയുമ്പോൾ വി കാൺ കോൾ ദിസ് ആസ് എ പാനൽ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്നും സെപ്പറേറ്റ്ലി കോഡ് ചെയ്യേണ്ട വരും. ദാറ്റ് ഈസ് ആൽബുമിൻ 82040, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കോഡ് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കിയാൽ 82040 ഇതെല്ലാം നോക്കിയാൽ ഇതിൽ ക്രിയാറ്റിനിൻ ഒഴികെ ബാക്കിയെല്ലാം കാണാൻ സാധിക്കും. So we are not using the health panel code here. പക്ഷേ നമുക്കിത് കോംപ്രഹെൻസീവ് മെറ്റബോളിക് പാനൽ ആയിട്ടുള്ളൂ. ജനറൽ ഹെൽത്ത് പാനൽ ആണെങ്കിൽ we should also include blood count complete. So blood count complete automated differential WBC. Automated differential WBCക്ക് നമ്മൾ എന്താ ഉപയോഗിക്കേണ്ട കോഡാണ്? ബ്ലഡ് കൗണ്ട് കംപ്ലീറ്റ് ആണെങ്കിൽ we have to use 85025. SH also we should report അപ്പോൾ 8443. അപ്പോൾ ബ്ലഡ് കൗണ്ടിന് 85025, TSH 84443 ആൻഡ് റെസ്റ്റ് ഓഫ് ദ കോഡ് ക്രിയാറ്റിനിൻ ഒഴികെയുള്ള പാനലിലെ കോഡുകളാണ്. ക്ലിയർ? നോ, ഇതില് നമുക്ക് കുറച്ച് പാനൽ കോഡ്സ് കാണാം. ഏതൊക്കെയാണ്? ഇവിടെ എന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളത്? സോഡിയം ബ്ലഡ്, പൊട്ടാഷ്യം ബ്ലഡ്, ക്ലോറൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, യൂറിയ, നൈട്രജൻ, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, കാൽഷ്യം ബ്ലഡ് ടോട്ടൽ, CBC കംപ്ലീറ്റ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് വി ക്യാൻ ചെക്ക് 80,048. അപ്പൊ 80,048 എന്തുണ്ട്? കാൽഷ്യം ടോട്ടൽ. യെസ്, കാൽഷ്യം ബ്ലഡ് ടോട്ടൽ ഇസ് ദ കാർബൺ ഡൈ ഓക്സൈഡ്, chloride, yes, creatinine, yes, glucose, yes, potassium, sodium, urea, nitrogen. അപ്പോൾ ഈ സോഡിയം മുതൽ കാൽഷ്യം ബ്ലഡ് ഇതെല്ലാം കൂടെ ഉള്ളതാണ് എന്ത് പാനൽ? ബേസിക് മെറ്റബോളിക് പാനൽ. അപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യാതെ നമുക്ക് 80,048 റിപ്പോർട്ട് ചെയ്യാം. വൺ മോർ ഇസ് ദ ബ്ലഡ് കൗണ്ട് കംപ്ലീറ്റ്. ബ്ലഡ് കൗണ്ട് കംപ്ലീറ്റ് ഓട്ടോമാറ്റിന് എന്ത് പറഞ്ഞു? നമ്മൾ ഈ എക്സാമ്പിൾ കണ്ടു 85025. 85027 ആണ് ഈ കേസിൽ, ബിക്കോസ് ഇറ്റ് ഇസ് എ ബ്ലഡ് കൗണ്ട് കംപ്ലീറ്റഡ് ഓട്ടോമാറ്റിക്. സോ വി ആർ റിപ്പോർട്ടിംഗ് 85027 for the blood count complete automated. 85027 and Z00 എന്ന് പറയുന്നത് it is a different one, that is ICD-10 കോഡാണ്. ICD-10 പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കുന്നതാണ്.